ഗിരിജ, മഹാദേവ, അവിടത്തേക്ക് സുഖമല്ലേ? മഹാദേവ, മഹാദേവ, അവിടുന്ന് വന്നോ? തിരികെ വന്നാലും മഹാദേവ, തിരികെ വന്നാലും അവിടുത്തെ കൈലാസം അങ്ങില്ലാതെ ശൂന്യമാണ്. അങ്ങയുടെ ഗിരിജ അങ്ങില്ലാതെ തനിച്ചായി. ഈ വേർപാട് സഹിക്കാനാകുന്നില്ല മഹാദേവ. തിരികെ വന്നാലും നാം സദാ അവിടുത്തെ ഒപ്പമുണ്ട് പാർവതി. അവിടുത്തെ അന്തരാത്മാവിൽ ഓരോ ക്ഷണത്തിലും ദേവി നമ്മെ ഏതു രൂപത്തിൽ ആഗ്രഹിക്കുന്നുവോ, ഏതു രൂപത്തിൽ വിളിക്കുന്നുവോ, ദേവിക്ക് നമ്മെ ആ രൂപത്തിൽ ദർശിക്കാൻ കഴിയും. മിത്രമേ, സമീപവാസി മിത്രമേ, അവിടുന്ന് ആരോടാണ് സംസാരിച്ചത്? അവിടുന്ന് സ്വപ്നം കാണുകയായിരുന്നോ? നാം ഉറങ്ങിയാലും ഉണർന്നാലും ഒരേ ഒരു സ്വപ്നമേ കാണാറുള്ളൂ മഹാദേവ. അവിടുന്ന് തിരികെ വരുന്ന സ്വപ്നം. കൈലാസത്തിലേക്ക് പോകുന്ന സ്വപ്നം. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വന്നതാണ് നാം ഇവിടെ. മിത്രമേ, ഇവനെ നോക്കൂ. ഇവൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മിത്രം മൂടനാണ്. അപ്പോൾ ഇന്നു മുതൽ നമ്മുടെ മിത്രമായി. മിത്രമേ, അവിടെ നിങ്ങോട്ടേക്ക് എന്തിനാണ് വന്നത്? കൂവളത്തില ശേഖരിക്കാൻ. അതെന്തിനു വേണ്ടിയാണ്? മഹാദേവന്റെ അർച്ചനയ്ക്കായി. അവിടുന്ന് നാളെ പ്രഭാതത്തിൽ നമ്മുടെ ഭവനത്തിലേക്ക് വരുമോ? വരുമല്ലോ അല്ലേ? തീർച്ചയായും വരുന്നതാണ്. മിത്രമേ, ഇനി ഭവനത്തിലേക്ക് പോകാം. മിത്രമേ, ഇപ്പോൾ നമ്മുടെ മാതാവ് ആശങ്കപ്പെടുന്നുണ്ടാകും. പോകാൻ അനുവദിക്കൂ. നാം പ്രതീക്ഷിച്ചിരിക്കും മിത്രമേ. നാം അവിടുത്തെ സമാധാനിപ്പിച്ചതുപോലെ
അവിടുത്തെ ബാലരൂപത്തെയും സമാധാനിപ്പിക്കുന്നതാണ് മഹാദേവ. നമ്മുടെ ഒപ്പം കൊണ്ടുപോകുന്നതാണ് അവിടുത്തെ കൈലാസത്തിലേക്ക്. കണ്ടോളൂ, എത്ര നാൾ നമ്മുടെ ഈ ലീലകൾ കാണിക്കാനാകും? മൂടാ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അതേ മാതേ, മിത്രം ശിവ യഥാസമയത്ത് വന്ന് നമ്മെ രക്ഷിച്ചു. വാക്ക് തരൂ, നീ നമ്മോട് പറയാതെ എങ്ങോട്ടും പോകില്ലെന്ന്. ശരി മാതേ, മാതാവിനെ വിട്ട് എവിടേക്കും പോകില്ല. ഇപ്പോ നമ്മുടെ പുതിയ സമീപവാസികൾ നമ്മുടെ മിത്രമായി കഴിഞ്ഞു മാതേ. അതെയോ? നിന്റെ പുതിയ മിത്രം എങ്ങനെയുള്ള ആളാ? വളരെ നല്ല ആളാണ് മാതേ. അവരുടെ സംസാരം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. സൗഹൃദം വളരെ നല്ല കാര്യമാണ് ശിവ. പക്ഷെ എല്ലാ ബന്ധങ്ങളിലും ഒരച്ചടക്കം ഉണ്ടാകേണ്ടതുണ്ട്. നിന്റെ വിശ്വാസം പൂർണ്ണമായും നേടുന്നത് എന്നാണോ അന്നവർ നിന്റെ യഥാർത്ഥ മിത്രമാണെന്നറിയാൻ അർഹത നേടും. കൈയും മുഖമൊക്കെ കഴുകി ശുദ്ധമാകും. എന്നിട്ട് വരൂ, നാം ഭക്ഷണം വിളമ്പാം. ശരി മാതേ. നമുക്ക് ഭയമുണ്ട് ഋഷിവര്യ. ദേവി പാർവതി ശിവയെ നമ്മിൽ നിന്നും തട്ടിയെടുക്കുമോ എന്ന്. ശിവനും പാർവതിയും തമ്മിലുള്ള ആത്മബന്ധം നാം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. അന്ന് ദേവി പാർവതി കാളി രൂപം ധരിച്ച ആ ദിവസം ശിവ ആ രൂപം കണ്ട് ഒരുപാട് കരഞ്ഞു. ആ കരച്ചിലിൽ കാളി ശാന്തയായി. ഇതാണ് നമ്മുടെ ഭയത്തിനുള്ള കാരണം ഋഷിവര്യ. ഇനി ദേവി പാർവതി നമ്മുടെ ശിവയെ നമ്മിൽ നിന്ന് തട്ടിയെടുക്കുമോ ഋഷിവര്യ? ശിവ നമ്മെ വിട്ടു പോവുകയാണെങ്കിൽ അവനില്ലാതെ നമുക്ക് ജീവിക്കാനാകില്ല. മാതേ, നമുക്ക് മാതയോട് ഒരു ചോദ്യം ചോദിക്കാമോ? ചോദിക്കൂ. മാതേ, പ്രഭുവിന്റെ സമീപം തന്നെ ഒരു മഹാശിവലിംഗമുണ്ട്. പിന്നെ ഈ പൂജാകാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നതിൽ എന്തെങ്കിലും വിശേഷമുണ്ടോ മാതേ? ആ ശിവലിംഗം മഹാദേവന്റെ ഭക്തന്മാർക്കുള്ളതാണ്. പിന്നെ ഈ ശിവലിംഗം സ്വയം മഹാദേവനുള്ളതാണ്. അവിടെ പ്രപഞ്ചത്തിന്റെ കണ്ണുകൾ തുറക്കുന്നു. എന്നാൽ ഇവിടെ മഹാദേവന്റെ നഷ്ടമായ സ്മൃതികളുടെ ഉറവിടം തുറക്കപ്പെടും. അവിടെയുള്ള ശിവലിംഗത്തിന്റെ പൂജയും അർച്ചനയും നടക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാകും. ഇവിടെ പൂജ ചെയ്യുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമാകും. ആ ശിവലിംഗത്തിൽ പൂജ ചെയ്യുമ്പോൾ പ്രപഞ്ചത്തിന് ജീവന്റെ സത്യം ഓർമ്മ വരും. നാം ഇവിടെ പൂജ ചെയ്യുന്ന സമയത്ത് മഹാദേവൻ അദ്ദേഹത്തിന്റെ വിസ്മരിച്ചു പോയ സത്യങ്ങൾ ഓർമ്മ വരുന്നതാണ്. ഓർമ്മ നഷ്ടമായ മഹാദേവന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ സകല രൂപങ്ങളും കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അതിനാലാണ് ശിവലിംഗത്തിന് പ്രത്യേക മഹത്വം. മിത്രമേ, സ്വാഗതം. അവിടുന്ന് അവിടുത്തെ വാക്ക് പാലിച്ചിരിക്കുന്നു. ഉറപ്പായും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമാകും. നമ്മുടെ പൂജ സഫലമാകും.
നമ്മുടെ മാതാവ് പറയാറുണ്ട്, ശുദ്ധമായ മനസ്സോടെ നടത്തുന്ന പ്രാർത്ഥന ഒരിക്കലും വിഫലമാവില്ല എന്ന്. അവിടുത്തെ മാതാവിന്റെ ഈ വാക്കുകൾ നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢമാക്കി. ഈ ശിവലിംഗം കൈലാസത്തിൽ നിർമ്മിച്ചിരിക്കുന്നതിന് സമാനമായ ശിവലിംഗമാണ്. ഒരുപക്ഷെ അവിടത്തേക്ക് എല്ലാം ഓർമ്മ വരാൻ സാധ്യതയുണ്ട് മഹാദേവ. നമ്മുടെ ഗുരുകുലത്തിന് സമീപവും ഇതുപോലെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ നിറം കറുപ്പാണല്ലോ, ഇതിന്റെ നിറം വെള്ളയും. അതെന്താ അങ്ങനെ? ഇത് മഹാദേവനാണ്. ഒരു വ്യക്തി ഏത് രൂപത്തോടാണോ ഭക്തി പ്രകടിപ്പിക്കുന്നത്, ഏത് രൂപത്തിലാണോ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തെ അതേ രൂപത്തിൽ പ്രാപ്തമാകുന്നു. പിന്നെ ഈ വെളുത്ത ശിവലിംഗം കൈലാസത്തിൽ നിന്ന് കൊണ്ടുവന്ന വിശേഷപ്പെട്ട കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അവിടെയാണ് മഹാദേവൻ വസിക്കുന്നത്. കൈലാസമോ? കൈലാസം എന്താണ്? കൈലാസം സുഖദുഃഖങ്ങൾക്കും ഭേദാഭേദങ്ങൾക്കും മേലെയുള്ള ഒരു സ്ഥാനമാണ്. പരമമായ സുഖത്തിന്റെ അനുഭൂതി മാത്രമുള്ള ഇടം. കൈലാസത്തെ അറിഞ്ഞാൽ അവിടത്തേക്ക് ഈശ്വരനെയും അദ്ദേഹത്തിന്റെ രീതികളെയും അറിയാൻ സാധിക്കും. അവിടുന്ന് ചോദിച്ചില്ലേ എവിടെയാണ് കൈലാസമെന്ന്? അതിന് അവിടുന്ന് അവിടേക്ക് സ്വയം പോയി കാണേണ്ടി വരും മഹാ. മിത്രമേ, പൂജ ആരംഭിക്കാൻ പോവുകയാണ്. നാം സ്തുതി പാടുന്നതാണ്. അവിടുന്ന് ധ്യാനം ചെയ്തോളൂ. ധ്യാനം ചെയ്യുമല്ലോ അല്ലേ? ധ്യാനം നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് മിത്രമേ. അവിടുന്ന് പൂജ ആരംഭിച്ചോളൂ. നാം നമ്മുടെ സ്തുതികളാൽ അങ്ങയെ പരമമായ ധ്യാനത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ അങ്ങയ്ക്ക് സ്വയം ആരാണെന്നുള്ള അനുഭൂതി ലഭിക്കുന്നതാണ്. എല്ലാം തന്നെ സ്മരണയിൽ വരും. അവിടുന്ന് വന്നിരുന്നാലും കണ്ണുകൾ അടച്ച് ധ്യാനം ചെയ്യൂ. പൂർണ്ണമായ ധ്യാനം. നമാമി ശമീശാന നിർവാണ രൂപം.
ദേവരാജൻ, അവിടുന്ന് തന്നെ ദിനവും ഇങ്ങനെ അമൃതകോശം നിരീക്ഷിക്കേണ്ടത് അനിവാര്യമാണോ? ത്രിദേവന്മാരുടെ അസാന്നിധ്യത്തിൽ അനിവാര്യമാണ് ദേവി. കാരണം അമൃതാണ് ബ്രഹ്മാണ്ടത്തിന്റെ ഊർജം, സകല പ്രാണികളുടെയും പ്രാണവായുവിന്റെ സ്രോതസ്സാണ്. ഈ അമൃത് അസുരന്മാരുടെ കൈകളിലെത്തിയാൽ വലിയ അനർത്ഥമുണ്ടാകും. പ്രണാമം ദേവരാജൻ. സുരക്ഷാ കാര്യങ്ങൾ എങ്ങനെയുണ്ട്? എല്ലാം തന്നെ വളരെ സംഘടിതമായും ഭംഗിയായും നടക്കുന്നുണ്ട് ദേവരാജൻ. സുരക്ഷാ കാര്യങ്ങളിൽ ഒരു തരത്തിലുമുള്ള അശ്രദ്ധയും ഉണ്ടാകാൻ പാടില്ല. ഒരിക്കലുമില്ല ദേവരാജൻ. ഈ വിഡ്ഢികളായ ദേവസൈനികന്മാർക്ക് നമ്മെ തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല. ശ്രദ്ധിക്കൂ, ആരോ നമ്മുടെ സംരക്ഷിത അറയിലേക്ക് കടന്നു കയറിയിരിക്കുന്നു. സൈനികരെ, എല്ലാവരും തയ്യാറാക്കൂ. നീ എന്താണ് കരുതിയത്? നമ്മുടെ രൂപം ധരിച്ചു കഴിഞ്ഞാൽ അമൃതകോശം വരെ എത്താമെന്നാണോ? അമൃതിന്റെ സുരക്ഷാ ചക്രം ആർക്കും തന്നെ തകർക്കാൻ സാധിക്കില്ല. നിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വരൂ. നാം ഇതാ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആരാണ് നീ? വീരനായ മായാസുരനാണ് നാം. ദേവരാജൻ ഇന്ദ്ര, നമ്മെ ആക്രമിക്കണമെങ്കിൽ നേരിട്ടായിക്കോളൂ. ഇതാണ് നിന്റെ അവസാനത്തെ ആഗ്രഹമെങ്കിൽ അത് ദേവരാജൻ ഇന്ദ്രൻ തീർച്ചയായും പൂർത്തീകരിക്കുന്നതാണ്. അങ്ങയുടെ ശവശരീരം നമ്മുടെ രാജാവ് അസുരൻ അന്ധകന്റെ അടുക്കൽ എത്തിക്കുകയാണ് നമ്മുടെ ആഗ്രഹം ദേവരാജനിന്ദ്ര. ധൈര്യം സംഭരിച്ചോളൂ ദേവരാജനിന്ദ്ര. ശ്രദ്ധിക്കൂ സൈനികരെ, ആ മായാരോപി നിങ്ങളിൽ ഒരാളായി ഇവിടെ ഒളിച്ചിരിക്കുന്നു. അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. വേഗം! അവിടുന്ന് അവിടുത്തെ ധ്യാനത്തിൽ എന്താണ് അനുഭവിച്ചത്? നമുക്കൊരു ദർശനമുണ്ടായി. ആ സ്വരൂപത്തിന്റെ ദർശനം. ആരുടെ സ്വരൂപം? മാതാവിന്റെ സ്വരൂപം.